സംബൽ ഷാഹി മസ്ജിദിൽ സർവേക്കിടെ പോലീസിന് നേർക്ക് വെടിയുതിർത്ത സംഭവത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയും ദാവൂദ് ഇബ്രാഹിമുമായും ബന്ധമുള്ള അഫ്രോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർവേക്കെത്തിയ ഉദ്യോഗസ്ഥർക്കും പോലീസിന് നേർക്ക് കല്ലെറിഞ്ഞ മറ്റ് 9 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതി വിധിയെ തുടർന്ന് മസ്ജിദിൽ സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം നടന്നത് കഴിഞ്ഞ നവംബറിലാണ്. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, നമുക്കറിയാം സംഭൽ വിഷയത്തിൽ ഉണ്ടായ സംഘർഷ അവസ്ഥ, അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. ഇതിലാണ് കൃത്യമായി ഇപ്പോൾ ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം, അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ അവിടെ ഈ ഒരു ഷാഹി മസ്ജിദിൽ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം ഉണ്ടായ ആ ദിവസങ്ങൾ, അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിലൊരു വിദേശ ബന്ധം സംശയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിദേശ ബന്ധം സംബന്ധിച്ച അന്വേഷണങ്ങളൊക്കെ, വിശദമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് ഈ ഒരു സംബൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. അതായത് ഈ ഒരു ഷാഹി മസ്ജിദിൽ അവിടെ ഒരു പുരാതനമായ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് പൊളിച്ചാണ് ഈ ഒരു മസ്ജിദ് പണിഞ്ഞതെന്നുമുള്ളൊരു ഹർജി കോടതി എത്തുന്നു. തുടർന്ന് കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ ഒരു സംബലിലെ ഈ ഒരു ഷാഹി മസ്ജിദിലെ അവിടേക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അവിടേക്ക് പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നത്. ഈ എത്തിയ ഉദ്യോഗസ്ഥരെയാണ് ഈ ഒരു അക്രമി സംഘം ആക്രമിക്കുന്നത്, അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത്. ഇതിൽ പ്രധാനി ആയത് അഫ്രോസ് എന്ന് പറയുന്ന ആളാണ്. ഈ അഫ്രോസിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരനായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് അപ്പോൾ കൃത്യമായി ഇതൊരു പദ്ധതി ആസൂത്രണം ചെയ്ത പദ്ധതി തന്നെയാണ്. കാരണം ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഈ ഒരു അതിക്രമം കൃത്യമായി ആസൂത്രണം ചെയ്തതാണ്. ഈ ആസൂത്രണത്തിന് പിന്നിൽ ഈ ഒരു അഫ്രോൺ ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇയാൾക്ക് രാജ്യത്ത് നടന്ന മറ്റ് അക്രമ സംഭവങ്ങളുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുപോലെ തന്നെ മറ്റ് അക്രമ സംഭവങ്ങൾ ഇയാളും കൂട്ടാളികളും ചേർന്ന് പദ്ധതി ഇട്ടിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിലെടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വെടിയുതിർത്ത ആ ഒരു തോക്ക് അത് പാക് നിർമ്മിതമാണ് എന്നൊരു റിപ്പോർട്ട് കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് പാക് നിർമ്മിതമായൊരു തോക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു അഫ്രോസ് ഈ ഒരു ഉദ്യോഗസ്ഥർക്ക് നേരെ, ഈ ഒരു സർവേക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതിൽ പ്രധാനം ആ ഒരു തോക്ക് പാക് നിർമ്മിതമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നും രഹസ്യമായി രാജ്യത്തിലേക്ക് ആയുധങ്ങൾ ഇവർ കടത്തിയിട്ടുണ്ട് എന്നൊരു ഗുരുതരമായൊരു കാര്യം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സംഭവങ്ങൾ, രാജ്യത്ത് നടന്ന മറ്റ് അക്രമ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ വേറെ മറ്റ് പല പദ്ധതികൾ ഇവർ പദ്ധതി ഇട്ടിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഇയാൾക്കൊപ്പം 9 പേരെ, അതായത് പോലീസുകാർക്ക് നേരെ, പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഈ ഒരു സർവേക്കെത്തിയ ആർക്കിയോളജിക്കൽ സർവേയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ അക്രമം അഴിച്ചുവിട്ട കല്ലെറിഞ്ഞ 9 പേരെ കൂടി പോലീസ് എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. വിനോദ, അതെ, സംബൽ വിഷയത്തിലാണ് പാക് ബന്ധം ഉള്ള ആളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഏതാനും പേരെ കൂടി കസ്റ്റഡിയിലായിട്ടുമുണ്ട്. അതെ.